ഫസ്റ്റത്തെ കാര്യം എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നുമല്ല, അത് ആദ്യത്തെ നിയമം. അപ്പോൾ ഈ 5 അപ്പം സെബി പറഞ്ഞിട്ടുണ്ട് 5 കാറ്റഗറിയിൽ നമുക്ക് ഫണ്ട് ഇറക്കാം. ഫസ്റ്റത്തെ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമുകൾ എന്ന് പറയും. അപ്പോൾ കമ്പനിയുടെ ഇന്ത്യൻ കമ്പനി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇക്വിറ്റി ഓറിയൻറ്റഡ്. ഇന്ത്യൻ മാത്രമാണോ? ഇതിൽ ഇന്ത്യ മാത്രം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലുള്ള വലിയ കമ്പനികൾ, ചെറിയ കമ്പനികൾ, മീഡിയം സൈസ് കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ മിക്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ സ്റ്റൈലിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഏതെങ്കിലും പറഞ്ഞ പോലെ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ ELSSൽ ഇൻവെസ്റ്റ് ചെയ്യണത്, ടാക്സ് സേവറിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ ഷെറിയ ടൈപ്പ് ഇൻവെസ്റ്റ് ചെയ്യണത്, ഇതെല്ലാനും വരുന്നത് ഈ പറഞ്ഞ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികൾ, ഫണ്ട് മാനേജേഴ്സ് തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ പർട്ടിക്കുലർ സ്കീമിലെന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗറി. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവർക്ക് മനസ്സിലാവണം സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യതിയാനത്തിന് നമ്മൾ ബാധകമാണെന്നുള്ളത്. സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക് ഭയങ്കരമായിട്ട് ഇതിന്. അപ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഒരു 36% കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരും എക്സ്പെക്റ്റേഷൻ എന്താവും, ഈ വർഷം ഇട്ടാലും 36% കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലുണ്ടിടും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ നമ്മുടെ അടുത്ത ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട് വയ്ക്കാനായിട്ട് തീരുമാനിക്കേണ്ട അടുത്തല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇപ്പോൾ ഒരു 50 ലക്ഷം കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 36% കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വർഷം നമുക്ക് എന്താ പറയുക, ഒരു 68-70 ലക്ഷം രൂപയുടെ വീട് വാങ്ങാലോ എന്ന് വെച്ചിട്ട് പൈസ കൊണ്ടിടും. അങ്ങനെ ചെയ്യരുത്, അല്ലേ? അത്യാവശ്യത്തിന് വെച്ച ഒരു പൈസയും ഇങ്ങനത്തെ ഫണ്ടുകളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ വേണ്ടി ചെയ്യണതാണ്. അത് കുട്ടിക്കിപ്പോൾ ജനിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇനി 5 വർഷം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 7 വർഷം കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ. അങ്ങനത്തെ ഫണ്ടൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഫണ്ട് മതി ആവശ്യം. അപ്പോൾ ലോങ്ങർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഇസ് എ ഗുഡ്. ആൻഡ് ഇക്വിറ്റിയിൽ തന്നെ പല ടൈപ്പ് ഓഫ് റിസ്ക് ഉള്ള ഫണ്ടുകളുണ്ട്. നമുക്കിതൊക്കെയാണ് മെയിനായിട്ട് ഇക്വിറ്റിയിൽ നമ്മൾ ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീമിൽ പറയാവുന്നത്.